ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. കേരളത്തിൻ്റെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ആ കൊച്ചു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഏതാണ് ആ കൊച്ചു ഗ്രാമം? അതെ, വട്ടവട. മനോഹരമായ വട്ടവടയിലേക്കുള്ള ആ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും 3 കാറിലായിട്ട് ഇന്നലെ എറണാകുളത്തെത്തി. എറണാകുളത്തു നിന്നാണ് യാത്ര തുടങ്ങുന്നത്. എറണാകുളത്ത് അളിയൻ്റെ വീട്ടിൽ, അതെ അവിടെ കാണുന്നതാണ് അളിയൻ്റെ വീട്. അളിയൻ്റെ വീട്ടിലാണ് എല്ലാവരും താമസിച്ചത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്നൊരു ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി എത്തി. ഇപ്പോൾ സമയം 7 മണിയാവുന്നു. നമ്മൾ യാത്ര തുടരാൻ പോകുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്, നമ്മുടെ 20-21 ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും വണ്ടി കയറട്ടെ. കുറച്ച് ആൾക്കാർ ആദ്യമായിട്ട് കേട്ടോ വ്ളോഗിൽ. അതിൽ മെയിൻ 2 അതിഥികൾ ഇതാ. അതെ, അടുത്ത കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും വഴിയെ പരിചയപ്പെടുത്താം. അപ്പം ഇനി വണ്ടി കയറട്ടെ ഗൈസ്. അപ്പം തുടങ്ങല്ലേ ഗൈസ് യാത്ര. ലെറ്റ്സ് ഗോ. നമ്മൾ മൂന്നാർ എത്തിയിരിക്കുന്നു ഗൈസ്. മൂന്നാറിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം. മൂന്നാർ ടൗൺ കിട്ടുകഴിഞ്ഞാൽ പിന്നെ വട്ടവട ഉണ്ടാവുള്ളൂ. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട് വട്ടവടയ്ക്ക്. അപ്പോൾ ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് ലഞ്ച് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഹായ് അപ്പു. ഫുഡ് കഴിച്ചേ. ഫുഡ് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ അതിനുള്ള ഗുണമൊന്നുമില്ല. ചിക്കൻ ബിരിയാണി 200 രൂപ, വെജ് ബിരിയാണി, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കഴിച്ചത്. ഭയങ്കര ഫോട്ടോ എടുക്കലാണ് ഗൈസ് ഇവിടെ. എന്തൊക്കെ തരം പോസുകളാണ് കാണേണ്ടത്. ഒരു 1/2 മണിക്കൂറായി ഉണ്ടാകും ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അവിടെ 2 ക്യാമറ വിമൺ, ഫുള്ള് ഫോട്ടോയോട് ഫോട്ടോ. ഭക്ഷണം കഴിക്കാൻ 1/2 മണിക്കൂറും ഫോട്ടോ എടുക്കാൻ 1 മണിക്കൂറും. അതാണ് ഇവിടുത്തെ കണക്ക്. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞോ? എന്നാ പോവാം. ഫോട്ടോ സെഷൻ. നമ്മുടെ വണ്ടി ഇതാണോ? അല്ല, ഇതല്ല നമ്മുടെ വണ്ടി അത് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും നേരെ വട്ടവടയ്ക്ക് വെച്ച് പിടിക്കാം ഗൈസ്. മാട്ടുപ്പെട്ടി ഡാമിൽ ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. ഭയങ്കര വൃത്തികെട്ട സ്മെല്ല് കാരണം നമ്മൾ ആ ഒരു സംഭവം വേണ്ടാന്ന് വെച്ചു. വേസ്റ്റ് കിടക്കുന്നുണ്ടോ? ഫുൾ വേസ്റ്റാണ്. തേനീച്ചക്കൂട് ഉണ്ടോ? തേനീച്ചക്കൂട് നോക്കി അടിപൊളി വഴിയുണ്ടോ? മൂന്നാറിൽ നിന്ന് വട്ടവട പോണ വഴി നല്ല കിടിലൻ റൂട്ടാണ്. അപ്പോൾ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേ ഇറങ്ങാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങുന്നതാണ് നല്ലത്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ ആകെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്മെല്ലാണ്. മണ്ണിൻ്റെ സ്റ്റെപ്പാണല്ലോ. ഇവിടെ കുറച്ച് ആൾക്കാരാണല്ലോ ഗൈസ്. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായ സ്ഥലമാണ്. നോക്കി നോക്കൂ ഗൈസ്. കുറേ ആൾക്കാരൊക്കെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളും വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നടക്കാം അല്ലേ? ഓക്കെ. കുറച്ച് ആൾക്കാർ ഫുഡ് പാർസൽ മേടിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഭംഗി കണ്ടിട്ട് ഇറങ്ങി എന്താ പറയുക ആസ്വദിക്കുന്നുണ്ട്. ഇത് എക്കോ പോയിന്റും കൂടിയാണേ. എക്കോ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. ചെറിയ രീതിയിൽ എക്കോ ഉണ്ട്. പണ്ട് നല്ല എക്കോ ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ അത്ര ഇല്ല. വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞതും അതുപോലെ തന്നെ മരങ്ങൾ കുറേ മുറിച്ചതുമാണ് എക്കോ കുറയാൻ കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഡാമിൽ ഇറങ്ങണ്ട, ഡാം മോശമാണ്. ഡാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നാൽ ഇറങ്ങാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട്. ഓക്കെ, നമ്മൾ ഇറങ്ങി തിരിച്ച് കയറുന്നു.
ഗായ്സ് നമ്മളങ്ങനെ വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്ക് കടക്കാൻ പോകുന്നു. വട്ടവടയുടെ കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കണം. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ. മൂന്നാർ വഴി വട്ടവടയിലേക്ക് യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, ശരിക്കും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു വഴിയും ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള വഴി അതിമനോഹരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കവാടം കടന്നിട്ട് നമ്മുടെ വണ്ടി ഇതാ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒന്നും ചോദിക്കൊന്നും ചെയ്തില്ല, എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ഒരു ബഗ്ഗി എടുക്കുന്നുണ്ട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ. ഇടുക്കി ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് വട്ടവട. മൂന്നാറിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരെ തമിഴ്നാടിനോട് ചേർന്നാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. വട്ടവടയോട് ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതമായ തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് കൊടൈക്കനാൽ. റോഡ് മാർഗം വട്ടവടയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകാൻ സാധിക്കില്ലെങ്കിലും രണ്ടിടങ്ങളിലെയും ഗ്രാമവാസികൾ കാടിനുള്ളിലൂടെ നടന്ന് ഇരു സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട്. വർഷം മുഴുവൻ സുഖകരമായ കാലാവസ്ഥയായതിനാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിന് യാതൊരു കുറവുമില്ല. ഗൈസ്, ഇതാണ് നമ്മുടെ അതിമനോഹരമായ റിസോർട്ട്. ആംബിയൻസ് നോക്കിക്കേ. ചുറ്റും മരമല്ല, ചുറ്റും കാടിന്റെ നടുക്ക് നമ്മുടെ റിസോർട്ട്. വാവ്. ഇവിടെ 4 കോട്ടേജസ് ആണ് ഉള്ളത്. ഇതൊന്ന്, തൊട്ടടുത്ത് രണ്ടാമത്തത്, പിന്നെ അതടുത്തത് മൂന്നാമത്തെ, ഇത് 4-മത്തെ. ഇത് 4 നമ്മൾ ഫുള്ളായിട്ട് ബുക്ക് ചെയ്തു. വേറെ ഗസ്റ്റ് ആരും ഇല്ല. 4 കൂടെ ഏകദേശം 20 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഓരോ റൂമായിട്ട് കാണിച്ചു തരാം. എല്ലാ റൂമും ഏകദേശം സെയിം പോലെയാണ്. തുറന്നപ്പോൾ വിശാലമായ റൂം. ആ ഒരു ആംബിയൻസ് നോക്കിക്കേ, അടിപൊളിയല്ലേ. ഇവിടെ നിന്ന് നേരെ നല്ല കിഡിലും വ്യൂ ആണ് നമുക്ക് കിട്ടുക. ലുക്ക്. ഇവിടെ ഒരു ബങ്ക് ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കിങ് സൈസ് ബെഡ് ഇവിടെ ഉണ്ട്. ഇവൻ തുറന്നേ. അവിടെ എന്താ? അവിടെ ഒരു ചെറിയല്ല, നല്ല അടിപൊളി വ്യൂ ഉണ്ട്. പിന്നെ ഇച്ചിരി തണുപ്പുണ്ടടാ, നല്ല തണുപ്പുണ്ടല്ലേ. ഒരു റൂമിൽ ഏകദേശം എത്ര പേർക്ക് എടുക്കാം? ഇവിടെ ഒരു 3 പേർക്ക് എടുക്കാം. ഇതിൽ ഓരോരുത്തർക്ക് അപ്പോൾ ഒരു 5 പേർക്ക് ഒരു റൂമിൽ എടുക്കാം. പിന്നെ ഒരു TV ഉണ്ട്. പിന്നെ മേലെയൊക്കെ തടി വെച്ചിട്ടാണ് റൂഫിങ് ചെയ്തിട്ടുള്ളത്. ഇനി ബാത്റൂം കാണിച്ചരേ. ഒരു വാഷ് ബേസിൻ, ഇവിടെ ബാത്ത് ഏരിയ. ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നിലുണ്ട്, ഒന്നിലില്ല. ഇവിടെ കമ്മോഡ്. സെറ്റല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് റൂം ടൂർ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ ജിയോനും BSNL മാത്രമേ നെറ്റ്വർക്ക് ഉള്ളൂ കേട്ടോ. നമ്മുടെ ക്വാർട്ടേഴ്സിനോട് ചേർന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ മറ്റേ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ അവിടെയാണ് ടെൻറ്റ് സ്റ്റേ കാണിച്ചു തരാം. 6 ടെൻറ്റുകളുണ്ട്. 6 ടെൻറ്റുകളിലായിട്ട് ഏകദേശം ഒരു 15 മുതൽ 20 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ടെൻറ്റിനകത്ത് ഇങ്ങനെയാണ് കേട്ടോ സെറ്റപ്പ്. ഇവരിനി ഇതിൽ ബെഡും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. ഇങ്ങനെയാണ് ടെൻറ്റിന് 1500 രൂപ. നമ്മുടെ സ്റ്റേ എവിടെയാണെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ട് എവിടെ വരണം? ഇവിടെ വരണം. ചായയും ഡിന്നറും നാളത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. ഇത് ഇവരുടെ ഓഫീസ് കം ഡൈനിങ് കം എല്ലാമാണ്. അപ്പോൾ ചായ കുടിക്കട്ടെ ഗൈസ്. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്യാമ്പ് ഫയർ സെറ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ റോട്ടിലൂടെ വരുമ്പോൾ 2 സൈഡിലായിട്ട് യൂക്കാലിപ്റ്റസിൻ്റെ മരങ്ങൾ കണ്ടില്ലേ? അതേ യൂക്കാലിപ്റ്റസിൻ്റെ മരങ്ങൾ തന്നെയാണ് ഇവർ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
തീ ഇടുന്ന സമയത്ത് കുറച്ച് നേരം ഈ യൂക്കാലിപ്റ്റസിൻ്റെ സ്മെല്ല് നമുക്കിങ്ങനെ കിട്ടും. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ വീഡിയോ എൻ്റെ ഇടയിൽ മുന്നേ ഫോണിൻ്റെ ബാറ്ററി കഴിഞ്ഞു. തണുപ്പെന്ന് പറഞ്ഞുണ്ടല്ലോ, മാരക തണുപ്പാണ് ഇവിടുത്തെ. നമ്മുടെ നാട്ടിൽ ഏകദേശം 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 14 ഡിഗ്രിയാണ്. തണുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പോവാൻ തോന്നുന്നുണ്ടോ? ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ തോന്നുന്നുണ്ടോ? കുഞ്ഞുമണി ഇവിടെ അങ്ങോട്ട് കൂടായിരുന്നു. വട്ടവട എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര മഴയാണ്. ഞാൻ ഒരിക്കലും ഇത്രയും കോൾഡായിരിക്കും വട്ടവട എന്ന് വിചാരിച്ചേ ഇല്ല. ഇവിടെ വന്നപ്പോഴാണ് സോ സൂപ്പർ. നമ്മൾ 40 ഡിഗ്രി എന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പോൾ 10 വരെ ആയി എന്നാണ് പറഞ്ഞു കേട്ടത്. അതെ അതെ, ഇറ്റ് വാസ് സോ വണ്ടർഫുൾ ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ് തറോലി. വല്യച്ഛൻ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി 10 ഡിഗ്രി വരെ തണുപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ 40 ഡിഗ്രി വരെ ചൂടത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ചൂട് വരുമ്പോൾ ഇവിടെ 14 ഡിഗ്രി. ഒരു 40 നിന്ന് 14ലേക്ക് 40 to 14 ട്രാൻസിഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കം ടു വട്ടവട. ഓക്കെ, അപ്പോൾ നമ്മളിനി ട്രക്കിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ ട്രാവലർ ആ വഴി പോവില്ല, അതുകൊണ്ട് ഇവിടെ ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത്. നമ്മൾ 3 സ്ഥലത്ത് പോകുന്നുണ്ട്. അതിലൊന്ന് വാട്ടർഫോളാണ്. ബാക്കി 2 സ്ഥലങ്ങൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത 2 ജീപ്പ് വന്നിരിക്കുന്നു. ഈ 2 ജീപ്പിലുമായിട്ട് ഏകദേശം 20 ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ വട്ടവട ഫുള്ളായിട്ട് കറങ്ങാൻ പോവുകയാണ്. 3 മുതൽ 4 മണിക്കൂർ വരെ നേരത്തേക്കുള്ള ഒരു എക്സ്പ്ലോറിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ. കുറച്ച് കൺജസ്റ്റഡ് ആണ്, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. 10 ആൾക്കാർ ഒരു വണ്ടിയിൽ ഇരിക്കണം. അത്യാവശ്യം തടിയുള്ളവരാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അടച്ചോ, ടൈറ്റ് ഉണ്ടോ ഗൈസ്? കറക്റ്റല്ലേ? ബാക്കിൽ 4 ആൾക്കാർ, നടുക്ക് 3, 5 ബാക്കിൽ 4.5, പിന്നെ 3, ഫ്രണ്ടിൽ 2, ഡ്രൈവർ അങ്ങളടക്കം 3 പേര്. 3000 രൂപയാണ് ഒരു വണ്ടിക്ക്. അങ്ങനത്തെ 2 വണ്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നായാട്ടിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഈ സൈഡിലാട്ടോ. അവര് ഒളിച്ച് താമസിക്കുമ്പോ വന്ന സ്ഥലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ സ്ഥലത്താണ് നായാട്ടിന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. മറ്റേ ജോജു ജോർജും കുഞ്ചൊക്കെ ഭവനൊക്കെ ഒളിച്ച് താമസിക്കാൻ വേണ്ടിട്ട് വരില്ലേ, ഈ സ്ഥലത്തായിരുന്നേ. നമ്മളെ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. ട്രൈബൽ വില്ലേജ് ആണ് അത്ര കാണുന്നത്. കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാനില്ലേ, ട്രൈബൽ വില്ലേജ് ആണത്. ഗൈസ്, നമ്മൾ അങ്ങനെ ആദ്യത്തെ വാട്ടർഫോളിൽ എത്തിയിരിക്കുന്നു. ചിലന്തിയാർ വാട്ടർഫോൾ കേട്ടോ. ഇവിടെ ഒരു ബോർഡ് നോക്കിക്കേ, ഏലം പറിക്കരുതെന്ന്. ആക്ച്വലി ഏലം പറിക്കരുത്. ഇത് ചെടികളൊക്കെ ഏലാണ് കേട്ടോ. ഈ ചെടികൾ മുഴുവൻ ഏലാണ്. നമ്മളെ കൊണ്ടുവന്ന ജീപ്പൊക്കെ ഇവിടെ നിർത്തും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് താഴേക്ക് നടക്കാനുണ്ട് ഈ വഴി. ഈ ചിലന്തിയാർ വാട്ടർഫോൾ എന്ന് പറഞ്ഞാലേ, നമുക്കൊരു വാട്ടർഫോൾ കാണാൻ പറ്റില്ല. വാട്ടർഫോളിൻ്റെ മേലേക്കാണ് നമ്മൾ എത്തുക. അവിടെ നിന്നും താഴേക്കാണ് വാട്ടർഫോൾ തുടങ്ങുക. അത് കാരണം താഴെ ഇറങ്ങിയിട്ട് കുളിക്കുന്ന ആ ഒരു സെറ്റപ്പ് അല്ല, വെള്ളം ഒഴുകിയിട്ട് വാട്ടർഫാൾ തുടങ്ങുന്ന ആ ഒരു ഏരിയയാണ്. ഷൂ അഴിച്ചിട്ട് ഇറങ്ങാലോ. യെസ്, ദിസ് ഈസ് ദ ചിലന്തിയാർ വാട്ടർഫോൾ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര് കിട്ടിയത് എന്നുള്ളത് അറിയില്ല കേട്ടോ. പക്ഷേ കാടിന് ഉള്ളിലുള്ള ഒരു വാട്ടർഫോൾ ആയതുകൊണ്ട് നല്ല ഒരു ഭംഗി ഈ വാട്ടർഫോൾ നമുക്ക് തരുന്നുണ്ട്. ഇറങ്ങാൻ പോവാ. തണുപ്പ് നോക്കൂ. തണുപ്പില്ല, കുറച്ച് വെള്ളം ഉണ്ട്, പക്ഷെ നല്ല ഒഴുക്കും ഉണ്ടായിരിക്കും. സമ്മറായിട്ടും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ചെറിയൊരു പാലാണ്,
അതിൻ്റെ മേലെ കൂടെ വേണം അപ്പുറത്തേക്ക് കിടക്കാൻ. ഇവിടെ ഒരു കേവ് ഉണ്ട്, ടൈഗർ കേവ് എന്ന് പറഞ്ഞിട്ട്. അതെ, ഈ വഴി പോയിട്ട് വേണം ടൈഗർ കേവിലേക്ക് കിടക്കാൻ. സൂക്ഷിച്ച് കിടക്കണം. കുറച്ച് മുള കൊണ്ടുവന്നിട്ട് അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പു പേടിയായിട്ട്. അപ്പു പേടിയാണോ? പേടി ആ വെച്ചോ. ഞാൻ കിടക്കട്ടെ ഗൈസ്. സുബേട്ടാ ബാ. സുബേട്ടാ ബാ. നമ്മള് ഗുഹയിലേക്ക് പോവാട്ടോ. ടൈഗർ കേവ് ഉണ്ട് ഇവിടെ. ടൈഗർ കേവിലേക്കുള്ള വഴിയാണിത്. എന്താ മോൾട്ടി? ടൈഗർ കേവ് എന്നാണ് അതിന്റെ പേര്. ആണോ? സുബേട്ടാ നിങ്ങൾ വരണ്ട. തടിയുള്ള ആൾക്കാർക്ക് കേവിലൂടെ കടക്കാൻ പറ്റില്ല. എന്ത് പറ്റി? അട്ടയുണ്ടോ? അട്ട ഉണ്ട്. ഇവിടെ ഉണ്ടാവില്ല, വെറ്റായിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാവും. ചാടി കിടക്കണം ഗൈസ്. അയ്യോ അമ്മേ. കമോൺ, പറ്റും. അവിടെ ശ്വാസം എടുക്കുന്നൊക്കെ പഠിപ്പിച്ച് വരുന്നുണ്ട്. ഒരൊറ്റ കയറ്റം കയറിയപ്പോഴേക്കും അങ്ങനെയായോ? ആ എന്താ മരം ചാടി കടന്നു കഴിഞ്ഞാൽ 2 വഴി കാണാം കേട്ടോ. ലെഫ്റ്റിലേക്ക് ഒന്ന്, റൈറ്റിലേക്ക് ഒന്ന്. റൈറ്റിലൂടെ പോയാലാണ് കേവ്. ഇത് കറക്റ്റ് മഞ്ഞുമല കേട്ടോ. വഴിയില്ല. ടാസ്ക് ആണോ? ടാസ്ക് ആണെന്നുള്ളവരെ കൂടെ ഇറങ്ങിക്കോളൂ. ആർക്കാ പേടിയുള്ളത്? ലൈറ്റ് ബുദ്ധിമുട്ടാണോ ഉണ്ണേട്ടാ? ഇനി ഞാൻ കിടക്കട്ടെ. അയ്യോ ആണോ? കുറച്ച് ആൾക്കാർ കയറാൻ പറ്റില്ല. നമ്മുടെ കൂട്ടത്തിൽ വന്ന് പറഞ്ഞേ കയറാൻ പറ്റില്ല എന്നുകൊണ്ട് തിരിച്ചു പോയി. നീ പോയി നോക്കട്ടെ എന്താണ് പാട് എന്നുള്ളത്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? സ്റ്റെപ്പാ ആ ഒരു സ്റ്റെപ്പാണ് കയറ്റി വെച്ചാൽ മതി. എന്നാ കഴിഞ്ഞു. ഞാനും കേറിയല്ലോ. കാണാനേ പറ്റും, മേലെ കാണാൻ പറ്റില്ല, നമുക്ക് കേറാൻ പറ്റില്ല ആർക്കും. കേറിയാ ലേഡീസിന് പറ്റില്ല. സെറ്റല്ലേ? വഴി വേറെ ഇത് കൂടെ വന്ന് ഇതിലൂടെ മുകളിലേക്ക് പോകണം. അത്രേ ഉള്ളു പരിപാടി. പേടിക്കാനൊന്നുമില്ല. തല നോക്കണേ കുഞ്ഞുണ്ണി. ആ കൈപിടി. തല 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 ഇവിടെ തലണ്ട്. കൈപിടി.
ഒന്ന് തല പറയല്ലേ കേറ് കുറം കുറം അവിടെ ഒരു തലയുണ്ട്. അങ്ങനെയൊന്നും കയറാറ്റില്ല. നീ അങ്ങോട്ട് ബാക്കിൽ എന്നിട്ട് കൈ പിടിക്കും. തല തല എന്റെ പേക്ക് അമ്മയ്ക്ക് കൊടുത്ത് എന്തിനാ ഞാൻ തടിയുള്ള ആൾക്കാർക്ക് അധികം നയാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഹൈറ്റ് കൂടുതലുള്ളവർക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. ഒരു 5-5.5 അടി കറക്റ്റാ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ടൈഗർ കൈവ് കീഴടക്കിയിരിക്കുന്നു ഗൈസ്. അതിലൂടെ കേവിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. ഇതിലൂടെ കേവിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് കൂടെ ഇറങ്ങിയിട്ട് തിരിച്ചു പോകാം കേട്ടോ. നമ്മൾ തിരിച്ച് വാട്ടർഫോൾ തുടങ്ങുന്ന സ്ഥലത്തെത്തി. ഇനി നമ്മൾ നേരെ ജീപ്പ് എടുക്കുന്നു. ജീപ്പ് എടുത്തിട്ട് അടുത്ത സ്ഥലം ഏതാ? സ്ട്രോബെറി ഫാം. യെസ്, അല്ലെങ്കിൽ വെജിറ്റബിൾ ഫാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് പലരും വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കണം. ഓക്കെ, ഇങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ സ്ഥലം നമ്മൾ തന്നെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുക. ദിസ് ഈസ് നോട്ട് ഗുഡ്. നമ്മളെ ഫാമിലേക്ക് പോകുന്ന വഴി ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. നമ്മൾ വെജിറ്റബിൾ ഫാമിലെത്തിയേ. എല്ലാവരും ഇറങ്ങണ്ടോ? വാ, പൊന്നുണ്ടോ? ദിസ് ഈസ് ദ എൻട്രൻസ് വെജിറ്റബിൾ ഫാമിൻ്റെ. നമുക്കിത് എന്തൊക്കെയാണെന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാം. അവിടെ ആൾക്കാരുണ്ട്. ഈ മലയെ ഇങ്ങനെ കത്തിച്ചിരിക്കുന്നത് കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് കത്തിച്ചിരിക്കുക കേട്ടോ ഗൈസ്. ഇത് ബ്രോക്കോളിയാണ് കേട്ടോ. ബ്രോക്കോളി ചെറുതായിട്ട് മുട്ടിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ബ്രോക്കോളി. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാലേ ഇതിനകത്ത് ഗ്രീൻ പീസ് ഉണ്ടാവുക. ഇതിനകത്താണ് അത്ര ഗ്രീൻ പീസ് ഉണ്ടാവുക. ഓക്കെ, ഫുൾ ഗ്രീൻ പീസ് കൃഷിയുണ്ട് ഇവിടെ. ചേച്ചി ഇതെന്താ? മരത്തക്കാളിയാണെന്ന്. ഇത് ഇത് പച്ച. ഒരു മിനിറ്റ്. ആ ചേച്ചി, ഇത് ചുവന്ന കളറാവോ? ഓ, ഇതിപ്പോ പച്ച. ഓക്കെ ഓക്കെ ഓക്കെ. മരത്തക്കാളി നിങ്ങൾ എന്തിനു മുന്നേ കണ്ടിട്ടുണ്ടോ? കണ്ടോളൂ. അതിനിടയിൽ ഒരു ഗ്രീൻ പീസ് വീണ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പറിച്ച സുബിയേട്ടാ. നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ യെസ്, ഓ ഇതേ നമ്മുടെ ഗ്രീൻ പീസ്. സോ നൈസ്. യെസ്, 3 കൃഷിയാണ് അത്ര ഈ ഒരു ഫാമിലുള്ളത്. ബ്രോക്കോളി, ഗ്രീൻ പീസ് ആൻഡ് മറ്റേ മരത്തിലുണ്ടാവുന്ന തക്കാളി. വെജിറ്റബിൾ ഫാമിനോട് ചേർന്ന് സ്ട്രോബെറി ഫാം ഉണ്ട് കേട്ടോ. അയ്യോ, ഇതൊരു ലോഡ് ഉണ്ടല്ലോ. ഓക്കെ, സ്ട്രോബെറി ഫാമിലേക്കുള്ള യാത്ര കഠിനമാണ് ഗൈസ്. ആ, നിങ്ങൾ എത്തിയ എവിടെ? സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ടോ? ഓ വാവ്, ഇതാ കിടക്കുന്നു നമ്മുടെ സ്ട്രോബെറി. സ്ട്രോബെറി ഫാമിൽ സൂര്യകാന്തി ഉണ്ട് കേട്ടോ, സൺഫ്ലവർ ഉണ്ട്. വലിയ രീതിയിലില്ല, ചെറിയ രീതിയിലേ കാണുന്നുള്ളൂ കേട്ടോ. കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ കാണാൻ കഴിയാത്ത ക്രോപ്സുകളാണ് ഇവിടെ ഉള്ളത്. ഫോർ എക്സാമ്പിൾ സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ആപ്പിൾ, ഓറഞ്ച്. പക്ഷേ ഇപ്പോൾ ഈ ഫാമിൽ സ്ട്രോബെറിയും സൺഫ്ലവറും മാത്രമാണ് ഉള്ളത് കേട്ടോ. ലേശം സ്ട്രോബെറി ജാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടേ. ഹൗസ് ഇറ്റ് ഗൈസ്? നല്ല ഫ്രഷ് സ്ട്രോബെറി. ഒരു ബോക്സ് മേടിച്ചു. എത്ര ഒരു ബോക്സിന്? ഒരു ബോക്സിന് 150 രൂപ.
ഇതിൻ്റെ തന്നെ ഫ്രഷ് ജാമും ഉണ്ട്, അതിന് 200 രൂപ. നല്ല മധുരം ഉണ്ട് കേട്ടോ, കിടിലൻ സ്ട്രോബെറി. എൻ്റെ കുറച്ച് പഴുത്തിട്ടില്ല, അപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്. എല്ലാവരുടെയും നിങ്ങളുടെയോ? നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് പഴുത്തു. സ്ട്രോബെറി വൈനാണ് കേട്ടോ അത്. ലിറ്ററിന് 300 രൂപ പറയണേ. അറിയണ ഒരു ഗ്ലാസ് വേണ്ടോ? ഒരു ഗ്ലാസ് വാങ്ങി, ഒരു ഗ്ലാസ് എന്താ പാട്? മധുരം ഉണ്ടോ? കാലാവസ്ഥയുടെ നല്ല ടേസ്റ്റ്, സൂപ്പർ. കുടിക്ക് സുബിയേട്ടാ. ഇവിടുത്തെ കാലാവസ്ഥ തണുപ്പാണ്. തണുപ്പിൽ നമ്മൾ പെർമിറ്റേഷൻ നടക്കില്ല. ചൂടത്താണ് പെട്ടെന്ന് ഇതിന് ലിറ്ററിന് 300 കുറച്ച് തരുമോ? ഒരു 3 ബോട്ടിലൊക്കെ എടുക്കണമെങ്കിൽ കുറച്ചായിരുന്നു. എല്ലാവരും കഴിക്കാൻ മറ്റേ തേന് ആ റെഡ് കളറിൽ ജാമ്, യെല്ലോ കളറിൽ തേൻ കേട്ടോ. അതൊരു പാവാണ്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ നമ്മുടെ വട്ടവടയിലെ സൈറ്റ് സീയിങ്. ഇത്രയൊക്കെയാണുള്ളത്. ചിലന്തിയാർ വാട്ടർഫോൾ പോയി, വെജിറ്റബിൾ ഫാം പോയി, ആൻഡ് ലാസ്റ്റ് സ്ട്രോബെറി ഫാം. അപ്പോൾ സ്ട്രോബെറി ഫാമിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോകുന്നു. ലെറ്റ്സ് ഗോ. നമ്മൾ ഫാമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് റിസോർട്ടിലേക്ക് പോവുകയാണ്. റിസോർട്ടിലേക്ക് പോകുന്ന വഴി ഒരു ഹണി മ്യൂസിയം ഉണ്ട്. ഇതുവരെ വന്ന സ്ഥിതിക്ക് ഹണി മ്യൂസിയത്തിലൂടെ ഒന്ന് കയറിയിട്ട് പോകാം. വീഡിയോ അലൗഡ് ആണോ എന്ന് അറിയില്ല, ചോദിച്ചോക്കട്ടെ. പെർ ഹെഡ് 50 രൂപ കേട്ടോ. ഒരു തേനീച്ച കൂട്ടിൽ എന്ന് പറയുമ്പോൾ എത്ര ടൈപ്സ് ബീസ് ഉണ്ടാവാന്ന് അറിയോ? 3 ടൈപ്സ് ബീസ് ആണ് ഉണ്ടാവുക. മെയിൽ ബീസ് ഉണ്ടാവും, ഫീമെയിൽ ബീസ് ഉണ്ടാവും, ആൻഡ് ക്യൂൻ ബീ ഉണ്ടാവും. ഈ മെയിൽ ബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച കൂട്ടിലെ മടിയന്മാരെന്നാണ് മെയിൽ ബീസിനെ പറയുന്നത്. ഇവർക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ബീസ് കൊണ്ടുവരുന്ന തേനും പൂമ്പൊടിയും ഒക്കെ കഴിച്ചു തീർക്കലും പിന്നെ റാണിയുമായിട്ട് മേറ്റ് ചെയ്യുന്നതോടുകൂടി ചത്തുപോവാണ് മെയിൽ ബീസ്. ഫീമെയിൽ ബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കർ ബീസ് എന്ന് അറിയപ്പെടുന്നത്. ഇവരാണ് ഒരു തേനീച്ചക്കൂട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. ഇവരാണ് ഈ കൂട് ഉണ്ടാക്കുന്നത് തൊട്ട് കൂട്ടില് തേൻ ശേഖരിക്കുന്നതും പിന്നെ കൂടിനെ സംരക്ഷിക്കുന്നതും റാണിയെ സംരക്ഷിക്കുന്നതും ഈ റാണിയെ വരെ സെലക്ട് ചെയ്യുന്നതും ഇവരാണ്. ഇവരെങ്ങനെയാണ് ഇവരുടെ റാണിയെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിൽ തന്നെ പ്രായം കുറഞ്ഞ ബീസ് ഉണ്ട്. അതായത് 6 മുതൽ 15 ദിവസം മാത്രം പ്രായമുള്ള ബീസ്. അവരുടെ തലയിൽ ആ 2 കൊമ്പ് കണ്ടോ? ഫീമെയിൽ ബീസ്. അവരുടെ തലയിൽ ആ 2 അത് രണ്ടും അവരുടെ ഗ്ലാൻസ് ആണ്. നമ്മൾ ആന്റിന എന്നൊക്കെ പറയില്ല. അത് രണ്ടും അവരുടെ ഗ്രന്ഥികളാണ്. ഹൈപ്പോഫരീജിയൻ ഗ്രന്ഥിയും മാൻഡിബുലാർ എന്ന് പറഞ്ഞ ഗ്രന്ഥിയും. ഈ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന 2 സ്രവങ്ങൾ ദ്രാവക രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതിന് പറയുന്ന പേര് റോയൽ ജെല്ല് എന്നാണ്, രാജദ്രാവകം. ഈ റോയൽ ജെല്ല് അവർ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് നോക്കി സെലക്ട് ചെയ്തിട്ട് അവർ ആ റോയൽ ജെല്ല് അതിനകത്ത് ഫില്ല് ചെയ്യും. എന്നിട്ട് അപ്പൊ അതിലൊരു തേനീച്ചയുടെ മുട്ട വിരിഞ്ഞ് പുഴു സ്റ്റേജ് ഉണ്ടാവും. ആ പുഴു അത് ഫീഡ് ചെയ്ത് ഒരു ലാർവ സ്റ്റേജ് വന്ന് പിന്നീട് അതൊരു പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറി പിന്നീട് കുറച്ച് ദിവസം സമാധി സ്റ്റേജിൽ കിടന്ന് തേനും വെള്ളവും പൂമ്പൊടിയും ഒക്കെ കഴിച്ച് ഒരു 16 ദിവസത്തിനുള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യൂനായിട്ട് മാറി വരാണ് ചെയ്യുന്നത്. ഈ ഉണ്ടാവുന്ന ക്യൂൻ അത്ര സ്ട്രോങ് ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ദിവസം 2000 മുട്ട ഇടാനുള്ള കഴിവ് ഇതിനുണ്ടാവും. അപ്പൊ ആ കഴിവ് ഇതിനില്ല എന്ന് ഫീമെയിൽ ബീസിന് തോന്നുകയാണെങ്കിൽ ഇവര് തന്നെ ഇതിനെ കൊന്നു കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ റോയൽ ജെല്ല് മറ്റൊരു സെല്ല് സെലക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു ക്യൂനെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ക്യൂൻ ബീയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷം 5 വർഷമൊക്കെയാണ്. കാരണം അത് ആ റോയൽ ജെല്ല് കഴിക്കുന്നതുകൊണ്ടാണ്. ഈ റോയൽ ജെല്ല് അതിന്റെ ലാർവ സ്റ്റേജ് മുതൽ അതിന്റെ ജീവിത അവസാനം വരെ കഴിക്കുന്നുണ്ട്. അത് ഈ റോയൽ ജെല്ല് നമുക്കും കഴിക്കാൻ പറ്റും. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആയുസ് നീട്ടി കിട്ടും. പിന്നെ നിത്യ യൗവനം കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഈ സ്കിന്നിന്റെ റിങ്കിൾസ് മാറാനും പിന്നെ നമ്മൾ എത്ര പണിയെടുത്താലും നമുക്ക് ടയർഡ് ആവാണ്ട് ചുറുചുറുക്കോടുകൂടി എപ്പോഴും നിൽക്കാൻ നമുക്ക് ഈ റോയൽ ജെല്ലോട് സാധിക്കും. പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, നമ്മളൊക്കെ സംസാരത്തിലൂടെയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പക്ഷികളായാലും മൃഗങ്ങളായാലും അവരുടെ സൗണ്ട് വെച്ചിട്ടാണ്. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പാണ്. ടു ടൈപ്സ് ഡാൻസിങ് മെത്തേഡ് അവർ. അപ്പൊ ഫീമെയിൽ ബീസിൽ തന്നെ തേനൊക്കെ അവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് പോകുന്ന ഒരു ടീമുണ്ട്. അവരിൽ നിന്ന് ഒരാൾ പോയിട്ട് അവരുടെ സറൗണ്ടിങ്ങിൽ തന്നെ ഒരുപാട് പൂക്കളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവര് തിരിച്ചു വന്നിട്ട് മറ്റുള്ളവരോട് റൗണ്ട് ഷേപ്പിലാണ് ഡാൻസ് ചെയ്ത് കാണിക്കും. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് പൂക്കളുണ്ട്, തേനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവർ പോയി കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതെല്ലാം ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ അവർ ഈ വാഗൽ ഷേപ്പിലാണ്, അതായത് 8 എഴുതുന്ന ഷേപ്പിൽ ഡാൻസ് ചെയ്ത് കാണിക്കും. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാക്കി അത്രയും ദൂരം പോയി കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. ഇനി ഇത് കുറച്ചും കൂടി വിഷ്വൽ ആയിട്ട് നമുക്ക് വീഡിയോ പ്ലേ ചെയ്തിട്ട് അത് കണ്ടിട്ട്
more bees, no more pollination, no more plants, no more animals, and no more man. അത് കൊള്ളായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു ക്ലാസ്സും കിട്ടി. പിന്നെ ഒരു ആനിമേറ്റഡ് അല്ല, ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് കുറച്ച് തേനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നു. പിന്നെ കുറേ ഇമ്പോർട്ട് ചെയ്ത കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കയറുന്നത് വെർത്താണ്. അങ്ങനെ സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മൾ രാവിലെ 9:30 ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം 2 മണിയായിട്ടോ. 2 മണിക്കാണ് നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തുന്നത്. ഈ 4 കോട്ടേജിനും കൂടെ 24,000 രൂപയാണ് വന്നത് കേട്ടോ. കുട്ടികളടക്കം നമ്മൾ 21 പേരുണ്ടേ. നമ്മൾ വെക്കേറ്റ് ചെയ്ത് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു. നമ്മുടെ വണ്ടി ഓൾറെഡി താഴേക്ക് ഇറങ്ങി. ടെൻറ്റ് നമ്മൾ എടുത്തില്ല, ഒരു കോംപ്ലിമെൻ്ററി ടെൻറ്റ് തന്നു. ടെൻറ്റിന് 1,500 രൂപയാണ് റേറ്റ് കേട്ടോ പെർ ടെൻറ്റ്. ഹലോ, കേൾക്കുന്നോ? അപ്പൊ നമ്മൾ അടുത്തതായി അന്താക്ഷരി കളിക്കാൻ പോവാണ്. നീ ടീം വേറെടാ. കല്ലായി കടവത്തോ മുറ്റത്തോ കടവത്തോ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ തരന്നേനീ തുടിച്ചുകൊള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ തിരിച്ചിരിപ്പുണ്ട്. റബ്ബാനെ കുറിച്ച് കൊകാനായനെ ഹാരിച്ച് ദുദക്കി ഹാരിച്ച് തോരിയാ കദക്കിത്തെ ഹാരിച്ച് ദി അമരതാണ് ഉത്തരോക്കിലാക സോദിയാ കേസരിയാ तेरा इससे प्यार अंगदारों में आगे जाओ इंद्रिते जरा इस रास्ते में मेरी जारी तेरी मैं जरा जाऊं. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു കുഞ്ഞു തുള്ളിയുറങ്ങി നീ നേരമിന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു കുഞ്ഞു ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി തത്തേ മറക്കുടത്തേ നീയല്ലേ തത്തേ മറക്കുടത്തേ നീയല്ലേ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി കൊച്ചിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ വീഡിയോയുടെ വെച്ച് എൻ്റെ ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും